കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേസിക് ഇൻട്രോഡക്ടറി എന്താണ് ചെയ്യാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഷീറ്റ് മെറ്റൽ വർക്ക്സ്, ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റൽ വർക്ക്സ് ആണ്, അല്ലെങ്കിൽ ആ PSC എക്സാമിന് വരുന്ന ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന സെറ്റ് ഓഫ് വീഡിയോസിൽ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഷീറ്റ് മെറ്റൽ വർക്കിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഷീറ്റ് മെറ്റൽ വർക്ക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഷീറ്റ് മെറ്റൽ വർക്ക്സിന്റെ ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അതിൽ തന്നെ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളതാണ്. എന്താണ് ഒരു ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെയാണ് ഷീറ്റ് മെറ്റൽ തിക്നെസ് മെഷർ ചെയ്യുന്നത്, ഏതൊക്കെ മെറ്റൽസ് ആണ് നമ്മൾ ഷീറ്റ് മെറ്റൽസിനായി സാധാരണ ഉപയോഗിക്കുന്നത്, എന്താണ് സ്പെസിഫിക്കേഷൻ, എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മൾ ഷീറ്റ്സിനെയും സ്ട്രിപ്പിനെയും സ്പെസിഫൈ ചെയ്യുന്നത്. ഈ കാര്യങ്ങളാണ്, ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒന്നാമത് എന്താണ്, വാട്ട് ഈസ് എ ഷീറ്റ് മെറ്റൽ, എന്താണ് ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തത്, എങ്ങനെയാണ് തിക്നെസ് മെഷർ ചെയ്യുന്നത്, തിക്നെസ് സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യുന്നത്. മൂന്നാമത്, എന്തൊക്കെ മെറ്റൽസ് ആണ് ഷീറ്റ് മെറ്റൽ വർക്കിന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഷീറ്റ് മെറ്റൽസ് എന്ന് പറയുന്നത് ഏതൊക്കെ മെറ്റൽസ് ആണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻ, എന്നിട്ട് ഷീറ്റിന്റെ സൈസിനെ സ്ട്രിപ്പിന്റെ സൈസിനെ, ഈ കാര്യങ്ങൾ, ഈ നാല് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം, അല്ലെങ്കിൽ ആദ്യത്തെ പോയിന്റിലേക്ക് നമുക്ക് വരാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഷീറ്റ് മെറ്റൽ. എന്താണ് ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി മെറ്റൽ, ഏത് മെറ്റൽ വേണമെങ്കിലും ആവാം, എനി മെറ്റൽ ദാറ്റ് ക്യാൻ ബി റോൾഡ് ഇൻ ടു തിൻ ഷീറ്റ്സ്. അപ്പൊ ഷീറ്റ്, തിൻ ഷീറ്റ് ആയിട്ട് നമുക്ക് റോളറിന്റെ ഇടയിലൂടെ ഇട്ടിട്ട് റോൾ ചെയ്ത് എടുക്കാൻ പറ്റുന്ന മെറ്റൽസിനെയാണ്, ഏതൊരു മെറ്റലിനെയാണ് എന്ത് പറയുന്നത്, ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷീറ്റ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി മെറ്റൽ that can be rolled into thin sheets. Any metal that can be rolled into thin sheets, അതിനെയാണ് പറയുന്നത് ഷീറ്റ് മെറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ് അല്ലെ, തിൻ ഷീറ്റ് ആയിട്ട് അപ്പൊ എത്ര തിക്നെസ് എന്നുള്ളൊരു നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യുന്നത്. അപ്പൊ ഈ തിക്നെസ് ഈസ് മെഷേർഡ്. എങ്ങനെയാണ് ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ് മെഷർ ചെയ്യുന്നത്? തിക്നെസ് ഈസ് മെഷേർഡ് യൂസിങ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. എന്തുകൊണ്ടാണ് SWG എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് വയർ ഗേജ്. അപ്പൊ സ്റ്റാൻഡേർഡ് വയർ ഗേജ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, തിക്നെസ് മെഷർ ചെയ്യും. ആരുടെ തിക്നെസ്? ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ് നമ്മൾ മെഷർ ചെയ്യും. ഇതും ഒരു PSCക്കുള്ള ചോദ്യമാണ്. ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ് മെഷർ ചെയ്യുന്ന ഏതൊക്കെ ഉണ്ടാകുന്നതാണ്. കുറെ ഓപ്ഷൻസ് ഉണ്ടാവും. ഫീലർ ഗേജ് ഉണ്ടാവും, റിംഗ് ഗേജ് ഉണ്ടാവും, അതേപോലെ സ്റ്റാൻഡേർഡ് വയർ ഗേജും അതിൽ ഓപ്ഷനിലുണ്ടാവും. അപ്പൊ എന്താണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ്? സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനമാണ് സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറയുന്നത്. ഒരു ഡിസ്ക് ആയിരിക്കും, ആ ഡിസ്കിലേക്ക് ഇതേപോലെ സ്ലോട്ടുകളും സ്ലോട്ടിന് താഴെ ഒരു സർക്കിൾ പോലുള്ള സംഭവം ഉണ്ടാവും. ഓക്കെ, ഇതാണ് എന്താ സ്റ്റാൻഡേർഡ് വയർ ഗേജ്. ഇങ്ങനെ ഒരു ഡിസ്ക് പോലുള്ള സാധനമാണ് ഈ സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഡയമീറ്റർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിട്ട് തിൻ റോഡ്സിന്റെ ഒക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, വളരെ ചെറുതായിട്ടുള്ള റോഡിന്റെ ഒക്കെ ഡയമീറ്റർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ സാധനം, അത് സ്റ്റാൻഡേർഡ് വയർ ഗേജ്. അതുപോലെ നമ്മുടെ ഷീറ്റ് മെറ്റലിന്റെ തിക്നെസ് മെഷർ ചെയ്യാൻ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് വയർ ഗേജ് ഉപയോഗിക്കും. ഒന്ന് ശ്രദ്ധിക്കാം, PSCക്ക് ചോദിച്ചിട്ടുള്ളതല്ല, എന്നാലും അറിയാൻ വേണ്ടി പറയണം. ഇതിൽ നമ്മൾ തിക്നെസ് മെഷർ ചെയ്യുമ്പോൾ, വയറിന്റെയോ അല്ലെങ്കിൽ ഷീറ്റിന്റെയോ തിക്നെസ് മെഷർ ചെയ്യുമ്പോൾ ഈ സ്ലോട്ടിലാണ് നമ്മൾ വെക്കുന്നത്. ഇവിടെയാണ് നമ്മളെ ഷീറ്റ് വെക്കേണ്ടി വരുന്നത്. അപ്പൊ ഈ പറയുന്ന സ്ലോട്ടാണ് ഏത് തിക്നെസ് മെഷർ ചെയ്യുന്നത്, ഈ സ്ലോട്ട്.
അതേപോലെ നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു വയറിന്റെ ഡയമീറ്റർ ആണെങ്കിൽ അത് എവിടെ വേണ്ടത് ഇവിടെയാണ് വെക്കുന്നത്. കാരണം ഈ സർക്കിളിലല്ല കൊണ്ടുവയ്ക്കുന്നത്, ഈ പോർഷനിലല്ല നമ്മൾ ഒരു വയർ മെഷർ ചെയ്യുമ്പോൾ കൊണ്ടുവയ്ക്കുന്നത്. ഷീറ്റാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പോ അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ചോദിക്കുന്ന വേറെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് ശ്രദ്ധിക്കുക. ഈ വയർ ഗേജിന്റെ ഈ പറയുന്ന സ്ലോട്ടുകൾക്കെല്ലാം ഓരോരോ നമ്പേഴ്സ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ തിക്നെസ്സിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. പിന്നെന്താവും ഈ പറയുന്ന സ്ലോട്ടുകൾക്കെല്ലാം ഓരോരോ നമ്പേഴ്സ്. ഇതിന് നമ്പർ 5 ആണെന്ന് വിചാരിക്കുക, ഇതിന് നമ്പർ 6 ആണെന്ന് വിചാരിക്കുക, ഇതിന് നമ്പർ 7 ആണെന്ന് വിചാരിക്കുക. അപ്പോ നമ്മൾ ഷീറ്റ് മെറ്റൽ തിക്നെസ് എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് 7SWG എന്ന് പറയും. ഒരു പർട്ടിക്കുലർ ഒരു എക്സാമ്പിൾ ആയിട്ട് 7SWG അല്ലെങ്കിൽ 5SWG അല്ലെങ്കിൽ 6SWG 10SWG ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക. ഈ 7, 5 എന്ന് പറയുന്നത് നിങ്ങൾ ഒരു എക്സാമ്പിളെ കണക്കാക്കേണ്ട ആവശ്യമില്ല, കാരണം അതൊരു PSC ചോദ്യത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോ 10SWG 12SWG ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റാൻഡേർഡ് വയർ ഗേജിന്റെ എന്തായിട്ട് പറയുന്നത് തിക്നെസ് എത്രയാണെന്നുള്ളത് പറയുന്നത്. കാരണം ഇത്ര എന്നല്ല സാധാരണഗതിയിൽ പറയാം. സാധാരണഗതിയിൽ പറയുന്നതാണ് 10 സ്റ്റാൻഡേർഡ് വയർ ഗേജ് നമ്പർ എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഏതിനെ തിക്നെസ്സിനെ സ്റ്റാൻഡേർഡ് വയർ ഗേജ് നമ്പേഴ്സിലാണ് സാധാരണ സ്പെസിഫൈ ചെയ്യുന്നത്. ഇനി ഈ സ്റ്റാൻഡേർഡ് വയർ ഗേജ് നമ്പർ കറസ്പോണ്ട്സ് ടു വാട്ട്? ഇത് റെപ്രസെന്റ് ചെയ്യുന്ന എന്താണ്? ഒരു തിക്നെസ്സിനെ, മില്ലിമീറ്ററിലുള്ള ഒരു തിക്നെസ്സിനെ ആയിരിക്കും ഈ പറയുന്ന സ്റ്റാൻഡേർഡ് വയർ ഗേജുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അത് പറയുമ്പോൾ നമുക്കൊരു കാര്യം പറയണം. ഷീറ്റ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര തിക്നെസ് അല്ലെങ്കിൽ എത്ര തിക്നെസ്സിന് താഴെയുള്ളതാണ് ഷീറ്റ് മെറ്റൽ എന്ന് നമ്മൾ പറയുന്നത് എന്നുള്ളത് PSC ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ 2015 ഷീറ്റ് മെറ്റൽ വർക്ക്സ് ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഷീറ്റ് മെറ്റൽ വർക്കിലെ PSC ചോദ്യമാണ്. അപ്പോ 10SWG ഓർ ബിലോ 10SWG അല്ലെങ്കിൽ അതിൽ താഴെയുള്ള നമ്പേഴ്സ് വരുന്ന ഷീറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത് ഷീറ്റ് മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ 10SWG അല്ലെങ്കിൽ അതിൽ താഴെ തിക്നെസ് വരുന്ന ഷീറ്റ്സിനെയാണ് ഷീറ്റ് മെറ്റൽസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എത്രയായിരിക്കും ഇതിന്റെ MM എന്ന് പറയുന്നത്? 10SWG എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് 3.25 mm ആണ്. എത്രയാണ്? 10SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.25 mm ആണ്. ഇനി ശ്രദ്ധിക്കുക. ഇനി വീണ്ടും PSCക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം, അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ ഒരു ടേബിൾ വെച്ചിട്ടായിരിക്കും. ശ്രദ്ധിക്കാം. 12SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.6 mm ആണ്. ഓക്കെ, ഇനി 14SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 mm ആണ്. 16SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.6 mm ആണ്. 18SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 mm ആണ്. 19SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 mm ആണ്. 20SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.9 mm ആണ്. 21SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8 mm ആണ്. 22SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7 mm ആണ്. 24SWG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.6, ശരിക്കും ഇത് 0.56 mm ആണ്. 23 എന്ന് പറയുന്നത് ആണ് SWG എന്ന് പറയുന്നതാണ് 0.6 എന്ന്. പക്ഷെ ചില ബുക്കിൽ ഇങ്ങനെ ഇത് 0.6 എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ എർപ്പസംഖ്യകളാണ് ഇങ്ങനെ പോകുന്നത്, ഇത് ഇങ്ങനെ പോകുന്നില്ല. അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്താ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? സ്റ്റാൻഡേർഡ് വയർ ഗേജ് നമ്പർ കൂടുമ്പോ തിക്നെസ് എന്താ സംഭവിക്കുന്നത്? കുറയാണ്. ഇത് മുമ്പുണ്ടായിരുന്ന ഒരു PSC ചോദ്യമാണ്. What happened if standard wire gauge number increases? Thickness increases, thickness decreases, thickness won't change എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ സംഭവിക്കാം? തിക്നെസ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ സ്റ്റാൻഡേർഡ് വയർ ഗേജ് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എങ്കിൽ തിക്നെസ് ഡിക്രീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് മുമ്പ് ചോദിച്ചിട്ടുള്ളത്. 12 ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, 12SWG എത്ര mm ആണ്? 2015 ചോദ്യത്തിലുണ്ടായിരുന്നു. ഷീറ്റ് മെറ്റൽ വർക്ക്സ് ജൂനിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയി കഴിഞ്ഞ
ഷീറ്റ് മെറ്റൽ വർക്ക് ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ് 12 SWG എത്ര mm ആണെന്നുള്ളത്. ശ്രദ്ധിക്കുക, ഒരു 4ന്റെ ഒരു ഇതാണ് ഇവിടെ നിങ്ങോട്ട് പോകുന്നതെല്ലാം 4ന്റെ ഒരു ഇതാണ്. ഓക്കെ, 4, 6 ഒക്കെ വെച്ചിട്ടാണ് ഇത് ഇവിടെ നിങ്ങോട്ട് പോകുന്നത്. ഓക്കെ, ഇതിപ്പം 6 വന്നിട്ടുണ്ട്, നിങ്ങോട്ട് 4 വന്നിട്ടുണ്ട്, അങ്ങനെയാണ് ഇത് പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? യെസ്. ശ്രദ്ധിക്കുക, വായിക്കാൻ പോവാണ്. ഇതിൽ ചോദിക്കാം എത്രയാണ് ലോവസ്റ്റ് SWG എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എത്രയാണ് ഹയസ്റ്റ് തിക്നെസ് എന്ന് പറയുന്നത്. ഏത് SWG? ഏതിന്റെ അല്ല, നമ്മൾ പറഞ്ഞ ഷീറ്റ് മെറ്റലിന്റെ അല്ല. ഷീറ്റ് മെറ്റലിന്റെ വരുന്നത് 10 മുതൽ 22 അല്ലെങ്കിൽ 24 വരെയുള്ള SWG നമ്പേഴ്സ് ആണ് എന്ത് വരുന്നത്, ഷീറ്റ് മെറ്റൽ കാറ്റഗറിയിൽ വരുന്നത്. ഷീറ്റ് മെറ്റൽ കാറ്റഗറിയിൽ വരുന്നത് 10 മുതൽ 22 SWG അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ് നമ്പർ വരുന്ന ഷീറ്റിനെയാണ് ഷീറ്റ് മെറ്റൽ എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത്. ചില ബുക്കുകൾ 2 mm ഉണ്ട് PSC, പക്ഷേ ഇതാണ് 10 to 22 എന്നതാണ് PSC ചോദിച്ചിട്ടുള്ളതും കൃത്യമായിട്ട് വന്നിട്ടുള്ളത്. ഇനി ഒരു വയർ ഗേജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ സാധാരണഗതിയിൽ കാണുന്ന ഏറ്റവും വലിയ mm എന്ന് പറയുന്നത് 12.75 mm ആണ്. അതായത് കറസ്പോണ്ടിങ് ലോവസ്റ്റ് SWG നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7/0 ആണ്. ഇത് ഈക്വൽ ടു എത്രയാണ്, 12.75 mm തുല്യമാണ്. ഏത്, ഈ പറയുന്ന 7/0. ശ്രദ്ധിക്കുക, 7/0 എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് SWG നമ്പർ ആണ്. SWG നമ്പർ ആണ് 7/0 എന്ന് പറയുന്നത്. അത് കറസ്പോണ്ട്സ് ടു എത്രയാണ്, 12.75 mm ആണ്. ഓക്കെ, ലാർജസ്റ്റ് എന്ന് പറയുന്നത് 50 ആണ്. ഓക്കെ, 0.07 സംതിങ് ആണ് അത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് വരുന്നത് ലോവസ്റ്റ് SWG നമ്പർ 7/0 ആണ്. അതേപോലെ 6/0 ഉണ്ട്, 5/0, 4/0 പറഞ്ഞിട്ട് 0, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു റേഞ്ച് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത്രയും ക്ലിയർ ആണല്ലോ? ഇതാണ് ബേസിക് ആയിട്ട് ഷീറ്റ് മെറ്റലിനെ കുറിച്ച് നമുക്ക് പറയാം. വാട്ട് ഈസ് ഷീറ്റ് മെറ്റൽ, വാട്ട് ഈസ് ഇറ്റ്സ് തിക്നെസ്, ഏത് റേഞ്ചിൽ എങ്ങനെയാണ് തിക്നെസ് മെഷർ ചെയ്യുന്നത്, ഏത് റേഞ്ചിൽ വരുന്നതാണ് ഷീറ്റ് മെറ്റൽ എന്നുകൊണ്ട് സാധാരണ നമ്മൾ പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഭാഗത്ത് നമുക്ക് വരുന്നത്. അടുത്ത ഭാഗം എന്ന് പറയുന്നത് മെറ്റൽസ് യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽസ്. അപ്പൊ ഷീറ്റ് മെറ്റൽസിൽ ഉപയോഗിക്കുന്ന സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന മെറ്റൽസ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ ഹെഡിങ് എന്താണ്, മെറ്റൽസ് യൂസ്ഡ് ഇൻ ഷീറ്റ് മെറ്റൽ വർക്ക്സ്. ഷീറ്റ് മെറ്റൽ വർക്ക്സ് ഒരു 6-7 ടൈപ്പ് മെറ്റൽസ് ആണ് ഷീറ്റ് മെറ്റൽ വർക്ക്സ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ PSCക്ക് ചോദിക്കുന്നതുമായിട്ടുള്ള മെറ്റൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തത് ബ്ലാക്ക് അയൺ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ബ്ലാക്ക് അയൺ. രണ്ടാമത് ഗാൽവനൈസ്ഡ് അയൺ. മൂന്നാമത് സ്റ്റെയിൻലെസ് സ്റ്റീൽ. നാലാമത് അലുമിനിയം. കോപ്പർ. ടിൻ പ്ലേറ്റ് അല്ലെങ്കിൽ ടിൻഡ് പ്ലേറ്റ് എന്ന് നമുക്ക് എഴുതാം. ടിൻഡ് പ്ലേറ്റ്. അഞ്ചാമത്തത് ലെഡ് ഷീറ്റ്. ആറാമത്തത് ടെർനെ ഷീറ്റ്. ഇപ്പൊ ഏതൊക്കെയാണത്, ബ്ലാക്ക് അയൺ, ഗാൽവനൈസ്ഡ് അയൺ, സ്റ്റെയിൻലെസ് സ്റ്റീല്, അലുമിനിയം, കോപ്പർ, ടിൻ പ്ലേറ്റ്, ലെഡ് ഷീറ്റ്, ടെർനെ ഷീറ്റ്. 1, 2, 3, 4, 5, 6, 7, 8 മെറ്റൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ നമുക്ക് എടുക്കാം ബ്ലാക്ക് അയൺ. അല്ലെ, ഇതൊന്ന് നോട്ട് ചെയ്യാം. ആദ്യം നമുക്ക് എടുക്കാം ബ്ലാക്ക് അയൺ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ളതാണ് ബ്ലാക്ക് അയൺ.
അപ്പൊ ബ്ലാക്ക് അയൺ എന്താണ് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഷീറ്റ് മെറ്റൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലാക്ക് അയൺ ആണ്. ഒന്നാമത്തെ പോയിന്റ് ബ്ലാക്ക് അയൺ വരുന്നത് എന്താണ് ചീപ്പസ്റ്റ് ആണ്. ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഷീറ്റ് മെറ്റൽ ആണ് ബ്ലാക്ക് അയൺ എന്ന് പറയുന്നത്. പിന്നെയോ അൺകോട്ടഡ് ആണ്. ബ്ലാക്ക് അയൺ എന്നുള്ളത് എന്താണ് അൺകോട്ടഡ് ആണ്, കോട്ടിംഗ് ഇല്ലാത്തതാണ്. ഓക്കെ. ഹൈലി കൊറോസീവ് ആണ്, പെട്ടെന്ന് കൊറോഡ് ചെയ്യും. എന്തുകൊണ്ടാണ് കോട്ടിംഗ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഹൈലി കൊറോസീവ് ആണ്. രണ്ട് തരത്തിലാണ് നമ്മൾ ഇതിനെ റോൾ ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞു മെറ്റൽസ് ഷീറ്റ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞു നമ്മള് എനി മെറ്റൽ ദാറ്റ് കൻ ബി റോൾഡ് ഇൻ തിൻ ഷീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനെ റോൾ ചെയ്തിരിക്കുന്നത് രണ്ട് രീതിക്കാണ്. ഏതൊക്കെ രീതിക്കാണ് രണ്ട് രീതി എന്ന് പറയുന്നത്? ഒന്നാമത് കോൾഡ് റോൾഡ്, രണ്ടാമത് ഹോട്ട് റോൾഡ്. ഇപ്പൊ രണ്ട് രീതിക്കാണ് ഇതിനെ റോളേഴ്സിന്റെ കൂടെ എടുത്തിട്ട് റോൾ ചെയ്ത് നമ്മൾ തിൻ ഷീറ്റ് ആക്കി എടുക്കുന്നത്. കോൾഡ് റോൾഡും ഹോട്ട് റോൾഡ്. കോൾഡ് റോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൾഡ് റോൾഡിന്റെ പ്രത്യേകത നോക്കാം നമുക്ക്. കോൾഡ് റോൾഡ് ഇൻ റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ കോൾഡ് കണ്ടീഷൻ, അതാണ് കോൾഡ് റോൾഡ് എന്ന് പറയുന്നത്. മറ്റേ ചൂടാക്കിയിട്ട് റോൾ ചെയ്യുന്നതിന് ഹോട്ട് റോൾഡ് എന്ന് പറയുന്നത്. ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു സിൽവറി വൈറ്റ് കളർ ആയിരിക്കും. എന്താണത്? സിൽവറി കളർ, സിൽവറി വൈറ്റിഷ് കളർ ആയിരിക്കും ഏതൊക്കെ കോൾഡ് റോൾഡ് ഉണ്ടാവുക. അപ്പൊ ഈ കോൾഡ് റോൾഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അനിൽ ചെയ്യും. അനീലിംഗ് പ്രോസസ്. നിങ്ങൾ ഹീറ്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ വരാൻ പോകുന്ന ക്ലാസ്സുകൾ ഹീറ്റ് ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നതിന് അനീലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെന്ത് ചെയ്യണം? അനീല് ചെയ്യണം. കോൾഡ് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് ഉണ്ടാവും. ആ ഹാർഡ്നെസ്സിനെ എന്ത് ചെയ്യാൻ വേണ്ടി ഒന്ന് സോഫ്റ്റൻ ചെയ്യാൻ, ഹാർഡൻ ചെയ്തതിനു ശേഷം നമ്മൾ ടെമ്പറിംഗ് എന്ന് പറയാം. ഇതിനെ എന്താ ചെയ്യാം? ഹാർഡ്നെസ് ഇല്ലാതാക്കാൻ നമ്മൾ പറയുന്നത് അനീല് ചെയ്യും. എങ്ങനെ അനീല് ചെയ്യുന്നത്? അനീലിംഗ് ക്ലോസ്ഡ് കണ്ടീഷൻ. ഓക്കെ. കോൾഡ് റോൾഡ് ക്ലോസ്ഡ് അനീൽഡ് എന്നാ പറയുന്നത്. അപ്പൊ അനീല് ചെയ്യും. അനീലിംഗ് എങ്ങനെയാണ്? ക്ലോസ്ഡ് അനീലിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് പറയുന്ന പേര് കോൾഡ് റോൾഡ് ക്ലോസ്ഡ് അനീൽഡ്. CRCA എന്ന് നിങ്ങളുടെ ഏതിൽ കാണാൻ വേണ്ടി പറ്റും? സിലബസിൽ കാണാൻ വേണ്ടി പറ്റും. CRCA ഇതാണ് സാധനം. എന്താണ്? കോൾഡ് റോൾ ചെയ്യുന്ന ഈ സിൽവറി വൈറ്റിഷ് കളർ ആയിട്ടുള്ള ഏത് ഷീറ്റ് മെറ്റൽസ് ബ്ലാക്ക് അയോണിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അനീല് ചെയ്യുന്നു. എങ്ങനെ അനീല് ചെയ്യുന്നത്? ക്ലോസ്ഡ് അനീലിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ പറയുന്ന പേരാണ് കോൾഡ് റോൾഡ് ക്ലോസ്ഡ് അനീൽ. അപ്പൊ CRCA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കാം. കാരണം ഒരു വട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു. SAW എന്നാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ചോദ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രാനുലാർ ഫ്ലക്സ് ഉപയോഗിക്കുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ സബ്മേർജ്ഡ് ആയിട്ട് വെൽഡ് ചെയ്യുന്ന വെൽഡിംഗ് ഏതാണ് എന്നുള്ളത്, ഗ്രാനുലാർ ഫ്ലക്സ് ഉപയോഗിച്ചിട്ട് സബ്മേർജ്ഡ് ആയിട്ട് ചെയ്യുന്ന വെൽഡിംഗ് ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷനിൽ ഇങ്ങനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് എന്ന്. ഓക്കെ. അപ്പൊ ഇത് സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ SAW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മേർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രം ഉത്തരം എഴുതാൻ പറ്റും. അതുപോലെയാണ് ഇത് എന്താണത്? CRCA എന്ന് പറഞ്ഞാൽ കോൾഡ് റോൾഡ് ക്ലോസ്ഡ് അനീൽഡ്. ഓക്കെ. അപ്പോ അതാണ് കോൾഡ് റോൾഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഹോട്ട് റോൾഡ് ഉണ്ട്. ഹോട്ട് റോൾഡ് അതോ ബ്ലൂയിഷ് ബ്ലാക്ക് കളർ ആയിരിക്കും. കളർ എന്താണ്? ബ്ലൂയിഷ് ബ്ലാക്ക് കളർ ആയിരിക്കും. ഓക്കെ. ഇനി ഇതിന് വേണമെങ്കിൽ നമ്മൾ അനീൽ ചെയ്യുന്നത് എങ്കിൽ അതെങ്ങനെയാണ്? ഹോട്ട് റോൾഡ് ക്ലോസ് അനീൽഡ്. HRCA നിങ്ങളുടെ സിലബസിൽ, നമ്മുടെ സിലബസിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഹോട്ട് റോൾഡ് ക്ലോസ് അനീൽഡ് എന്നാണ് HRCA അർത്ഥം വരുന്നത്. അപ്പൊ ഇതാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? ബ്ലാക്ക് അയണിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി PSC ചോദിക്കുന്നത് എവിടേക്ക് യൂസ് ചെയ്യുന്നത്, എവിടേക്ക് പെയിന്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇനാമൽ കോട്ടിംഗ് കൊടുക്കുന്നുണ്ടോ അവിടേക്ക് എനിക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ബ്ലാക്ക് അയൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ബ്ലാക്ക് അയൺ ഉപയോഗിക്കാൻ പറ്റുന്ന എവിടെയാണ്? പെയിന്റ് കോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനാമൽ കോട്ട്. പെയിന്റ് അല്ലെങ്കിൽ ഇനാമൽ കോട്ടിംഗ് ഉള്ളിടത്താണ് എനിക്ക് എന്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്? ഈ ബ്ലാക്ക് അയൺ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? പാനുകൾ ഉണ്ടാവാം,
പിന്നെ സ്റ്റൗ ഉണ്ടാവാം, പിന്നെയോ പിന്നെ പൈപ്പുകൾ ഉണ്ടാവാം. ഓക്കെ, ഇതൊക്കെയാണ് ഏതിന്റെ യൂസ് അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്. ബ്ലാക്ക് അയൺ എന്ന് പറയുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാക്കുന്നത് പാൻ കോട്ട് ചെയ്യണം, അതിനെ പെയിന്റ് ചെയ്യണം, സ്റ്റവ്, പൈപ്പ് പോലുള്ള സാധനങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് ബ്ലാക്ക് അയൺ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഷീറ്റ് മെറ്റലിന് ഉപയോഗിക്കുന്ന മെറ്റൽ. ബ്ലാക്ക് അയൺ ആണ്, ചീപ്പസ്റ്റ് ആണ്, അൺകോട്ടഡ് ആണ്, ഹൈലി കൊറോസീവ് ആണ്. ഇൻ ജനറൽ അതിന്റെ കളർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്ലൂയിഷ് ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് എന്നാണ് പറയുന്നത്. സിൽവറി വൈറ്റ് എന്ന് പറയാൻ പാടില്ല. വെറുതെ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ കളർ ഓഫ് ബ്ലാക്ക് അയണൈസ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ബ്ലാക്ക്, കാരണം മിക്കവാറും ബുക്കുകളിൽ ഈ രണ്ട് സെപ്പറേഷൻസ് ഒന്നുമില്ല, ബ്ലൂയിഷ് ബ്ലാക്ക് എന്ന് മാത്രമേ കാണുള്ളൂ. പിന്നെ എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പെയിന്റഡ് അല്ലെങ്കിൽ കോട്ടിംഗ് കൊടുക്കുന്ന സ്ഥലങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം എന്താണ്? ഇത് ഹൈലി കൊറോസീവ് ആണ്, അൺകോട്ടഡ് ആയതുകൊണ്ട്. അപ്പൊ ഇത്രയാണ് ബേസിക് ആയിട്ട് ഏത് പറയുന്നത് ബ്ലാക്ക് അയൺ എന്ന് പറയുന്ന മെറ്റലിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.